നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ ഇടം നേടാനും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. സുഹൃത്തുക്കൾക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഓടിയെത്തും. അവർക്ക് വലിയ തോതിൽ മാനസിക പിന്തുണ നൽകും. പക്ഷേ ഇതേ സ്നേഹവും കരുതലും നമ്മൾ എന്നെങ്കിലും നമുക്ക് തന്നെ കൊടുക്കാറുണ്ടോ? നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ നമ്മൾ നമ്മളെ തന്നെ ക്രൂരമായി കുറ്റപ്പെടുത്താൻ തുടങ്ങും. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു പരാജയമാണ് എന്നൊക്കെ മനസ്സ് നമ്മളോട് തന്നെ പറയാൻ തുടങ്ങും. ന്യൂറൽ നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു ഉപദേശത്തെക്കുറിച്ചല്ല, സ്വന്തം മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ശാസ്ത്രീയമായി സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നതിനെക്കുറിച്ചാണ്. സെൽഫ് ലവ് എന്നാൽ പലരും വിചാരിക്കുന്നത് മറ്റുള്ളവരെ അവഗണിക്കുകയോ സ്വാർത്ഥനായി ജീവിക്കുകയോ ചെയ്യുക എന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾക്കില്ലാത്തൊരു സാധനം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സമാധാനവും സ്നേഹവും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ കഴിയൂ. യഥാർത്ഥ സെൽഫ് ലവ് എന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നൽകുന്ന ആഴത്തിലുള്ള കരുതലാണ്. മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ക്രിസ്റ്റ്യൻ നെഫ് മുന്നോട്ട് വെച്ച ആശയമാണ് സെൽഫ് കമ്പാഷൻ എന്നത്. ഇതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സെൽഫ് കൈൻഡ്നെസ് വേഴ്സസ് സെൽഫ് ജഡ്ജ്മെൻറ്റ്. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ സ്വയം ശിക്ഷിക്കുന്നതിന് പകരം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ സൗമ്യമായി നമ്മളോട് തന്നെ പെരുമാറുക. രണ്ടാമത്തേത് കോമൺ ഹ്യൂമാനിറ്റി. ഈ ലോകത്ത് എനിക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ, ഞാൻ മാത്രമാണ് പരാജയപ്പെടുന്നത് എന്ന ചിന്ത മാറ്റുക. തെറ്റുകളും പരാജയങ്ങളും മനുഷ്യ സഹജമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് മൈൻഡ്ഫുൾനെസ്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ അമിതമായി ഭാവന ചെയ്ത് കൂട്ടാതെ ആ ചിന്തകളെ ഒരു സൂക്ഷിപ്പുകാരനെ പോലെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ തലച്ചോറിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കൂടുന്നു. എന്നാൽ സ്വയം ആശ്വസിപ്പിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. സ്വയം സ്നേഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരുമായി ബന്ധങ്ങളിൽ കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക എന്നത്. നമ്മളിൽ പലരും ഒരു പീപ്പിൾ പ്ലീസർ ആയിരിക്കും. അതായത് നമുക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് വിഷമമാകണ്ട എന്ന് കരുതി നമ്മൾ യെസ് പറയും. ഇത് നമ്മളുടെ മാനസിക സമാധാനം പൂർണ്ണമായും തകർക്കും. നിങ്ങളുടെ സമയത്തെയും എനർജിയെയും ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളോട് സൗമ്യമായി എന്നാൽ ദൃഢമായി നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, അത് നിങ്ങളുടെ അവകാശമാണ്. നമ്മൾ പകൽ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണെന്നറിയാമോ? നമ്മളോട് തന്നെയാണ്. ഇതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു ശബ്ദം നമ്മളെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കും. നിന്നെ കാണാൻ കൊള്ളില്ല, നിനക്കിത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. ഈ ഇന്നർ ക്രിട്ടിക്സിനെ നമ്മൾ മാറ്റിയെടുക്കണം. ഇതിനായി കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന സൈക്കോളജിക്കൽ രീതി ഉപയോഗിക്കാം. ഉള്ളിലൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക. ഈ ചിന്തയ്ക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ആ നെഗറ്റീവ് വാചകത്തെ ഒരു പോസിറ്റീവ് അഫർമേഷനായി മാറ്റുക. നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾ നൽകുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും. നമ്മുടെ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തെ പരിപാലിക്കുന്നതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് കഴിക്കുക. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം ഉറപ്പാക്കുക. ദിവസവും 20 മിനിറ്റ് നടക്കാനോ ഇഷ്ടമുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനോ മാറ്റിവെക്കുക. ഇത് തലച്ചോറിൽ എൻഡോർഫിനുകൾ വർദ്ധിപ്പിക്കും. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ജീവിതം കണ്ട് നിങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോണിൽ നിന്ന് അല്പം മാറി നിൽക്കുക. ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെപ്പോലെ മറ്റാരുമില്ല. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ കുറവുകളും ചേർന്നതാണ് നിങ്ങളുടെ തനിമ അല്ലെങ്കിൽ നിങ്ങളുടെ യുണീക്ക്നെസ്. മറ്റൊരാളെപ്പോലെ ആകാൻ ശ്രമിച്ച് നിങ്ങളുടെ സമയം കളയാതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും ചെറിയ വിജയങ്ങളെപ്പോലും ആഘോഷമാക്കുക. ഓരോ ദിവസവും നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് വന്നു എന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ ലോകത്തിനു പോലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് ആരുടെ കൂടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഏറ്റവും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുക. സെൽഫ് ലവ് എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു പ്രക്രിയയാണ്. ഇന്നു മുതൽ തന്നെ നമ്മളോട് കുറച്ചുകൂടി ദയവോടെ പെരുമാറി തുടങ്ങാം. നിങ്ങളുടെ മാനസികാരോഗ്യവും ജീവിതശൈലിയും കൂടുതൽ മികച്ചതാക്കാനുള്ള ഇത്തരം ഇൻസൈറ്റുകൾക്കായി
ന്യൂറൽനെസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്.